അസ്സലാമലൈക്കും. അൻഷൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് മുത്തുമണികളെ വർത്താനം? എല്ലാവർക്കും സുഖമാണോ? അൽഹംദുലില്ലാ, നമുക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ മിഞ്ഞാന്നത്തെ വീഡിയോയിൽ ഞാനൊരു ഹായ് വിട്ടീനി. അപ്പോൾ അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടുകണ് തോന്നുന്നുണ്ട് കേട്ടോ. അത് ഒരു ഒന്നൊന്നര ഹായ് ആയി മക്കളെ. അപ്പോൾ ഇന്ന് നമ്മളോട് ഒരു അഷിത എന്ന് പറഞ്ഞൊരു നമ്മളൊരു സബ്സ്ക്രൈബേഴ്സ് ഒരു ഹായ് പറയാൻ പറഞ്ഞിരിക്കണേ. നമ്മളെ അഷിതക്കും വേണ്ടി വലിയൊരു ഹായ് പോരെ? ഇഷ്ടപ്പെട്ടോ? ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഹായ് വേണമെന്ന് വെച്ചെങ്കിൽ പറഞ്ഞോണ്ടിട്ടോ, നമ്മൾ തരാൻ തയ്യാറാണ്. കാരണം 3-4 കൊല്ലമായി നമ്മൾ ഈ വീഡിയോ ഇടൽ തുടങ്ങിയിട്ടുണ്ടാണ്. ഒരാളും നമ്മളോട് ഹായ് പറയാൻ പറഞ്ഞിട്ടില്ല. അപ്പം നമുക്കുണ്ടല്ലോ പെരുത്ത് സന്തോഷമാണ് കേട്ടോ, ഭയങ്കര സന്തോഷമാണ്, പറഞ്ഞറിയാൻ പറ്റാത്ത സന്തോഷമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കാണുമല്ലേ. അപ്പോൾ എല്ലാവർക്കും ഹായ് കിട്ടിയില്ലേ? നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഹായ് വേണമെന്ന് വെച്ചെങ്കിൽ പറഞ്ഞോണ്ടിട്ടാ, നമ്മൾ ഹായ് തരാൻ ഇവിടെ റെഡിയാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ വെച്ചാൽ ചായക്ക് വെള്ളം വെച്ചു. ഇന്നിപ്പോൾ എന്താണോ കടി ഉണ്ടാക്കാൻ വല്ലാത്തൊരു മടിയല്ല, ഉണ്ടാക്കിയതൊക്കെ ബാക്കിയാകാണ്. അപ്പോൾ ഞാൻ ഇപ്പം എന്താ വിചാരിച്ചെന്നറിയോ, മുട്ടയും പഴവും ആക്കാമെന്നാണ് വിചാരിച്ചത്. പിന്നെ നമുക്ക് കുട്ടികളൊക്കെ സ്കൂളിൽ പോകും ചെയ്യും. പിന്നെ ഓലിക്ക് പോകാൻ നേരത്ത് പിന്നെ നമുക്ക് എന്താട്ടാ ഇന്നലെ കുറച്ച് പൂരി ഉണ്ടാക്കിനി, അതും ബാക്കിയുണ്ട്. പിന്നെ ഈ മുട്ടയും പഴവും അതും മതി. അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കണില്ല കേട്ടോ. അപ്പം ഇന്ന് മുട്ടയും പഴവും പുയിങ്ങാണ്. അപ്പോൾ ഞാനൊരു 3-4 മുട്ട എടുത്തുക്കണം കേട്ടോ. അപ്പം അങ്ങനെ അതൊന്ന് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിക്കണ്. പിന്നെ കുക്കറിൽ ഞാൻ കുറച്ചുകൂടി വെള്ളം എടുത്തോണ്ട് നിൽക്കണം കേട്ടോ, അത് പുയിങ്ങാൻ വെക്കാനാണ്. പിന്നെ ഇതിൽ വെച്ചാൽ ഞാൻ ഈ മുട്ട ഉണ്ടല്ലോ കഴുകും, നല്ലോണം ഒന്ന് കഴുകി എടുക്കണം കേട്ടോ. ഇതെന്തിനാ വെച്ചാൽ കഴുകണത് നല്ലതാണ്. എന്തൊരു സാധനം നമ്മൾ ഉപയോഗിച്ചതിൻ്റെ മുന്നേ നമ്മളൊന്ന് കഴുകി എടുക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെ മുട്ട ഒന്ന് ഞാനിങ്ങനെ കഴുകി എടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ എല്ലാം കഴുകി എടുക്കലുണ്ട് കേട്ടോ. ചിലപ്പോൾ മറക്കും ചിലത് കഴുകാൻ, പക്ഷേങ്കിൽ മുട്ട ഞാൻ മറക്കലില്ല കേട്ടോ കഴുകാൻ. അങ്ങനെ ഞാൻ മുട്ടയൊക്കെ കഴുകി പിന്നെ കുക്കറിലിട്ടിക്കണം കേട്ടോ. നമ്മൾ കുക്കറിലിട്ട് കഴിഞ്ഞാൽ നമ്മൾ മുട്ടയ്ക്കാണെങ്കിൽ ഒരൊറ്റ വിസിൽ വന്നാൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ വലിയതും ചെറുതും നോക്കുകയാണ് കേട്ടോ മുട്ട. അപ്പം പുഴുങ്ങി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ മക്കൾ ഇച്ച് ചെറുതാണ് കിട്ടിയത് എന്ന് പറഞ്ഞാണ്ട് അങ്ങനെ തല്ലൂടും. അപ്പോൾ പിന്നെ ഞാൻ എന്താട്ടി അതിങ്ങനെ വലിപ്പം നോക്കിയതാണ് പിടിച്ചിലുള്ളത്. അപ്പോൾ അത് ഇതിലിട്ടതിനെക്കാട്ടും കുറച്ച് വലിയതാണ് വെച്ച് തോന്നി. അപ്പോൾ അത് ഞാൻ മാറ്റിയിട്ടതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ആ ഒരു മുട്ട മാറ്റിയിട്ടിക്കണ്. പിന്നെ അപ്പോൾ കുറച്ച് ഏകദേശം ഒരേ മരിക്കത്തെ മുട്ട തന്നെയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അങ്ങനെ ഏതായാലും ഇട്ട് ഞാൻ കുക്കർ അടുപ്പത്ത് വെച്ചിക്കണം. ഇനി ഒരൊറ്റ വിസിലാണ്ട് അടിച്ചാൽ നമ്മളെ മുട്ട വേഗം കേട്ടോ. അപ്പോൾ ആദ്യം എന്താട്ടും ഈ നമ്മൾ കൂട്ടിയിടും കേട്ടോ. നമ്മളെ മുട്ട പുഴുങ്ങാനും വേണ്ടി ആദ്യം കൂട്ടിയിടും. എന്നിട്ട് പിന്നെ ആ വെള്ളം ഒന്ന് തിളച്ചെന്ന് വരുന്ന നമുക്ക് മനസ്സിലൊരു ഇതുണ്ടാവുമല്ലോ, തിളച്ചൊക്കെ ഒന്നില്ലേ. അപ്പോൾ ഒന്ന് സിമ്മിലാക്കിയിടും. അല്ലെങ്കിൽ എന്താ പറയുക, ചാടി കളിച്ച് ആ മുട്ട പൊട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലത്തെ കുഞ്ചിയും വെള്ളയും ഒക്കെ പുറത്തേക്ക് ചാടും. അപ്പോൾ പിന്നെ കുറച്ച് നേരം കുറച്ച് നല്ല തിരിച്ചിട്ടുകാണ്ട് പിന്നെ അത് കുറച്ച് വെച്ചാൽ മതി. അപ്പോൾ മുട്ട നല്ല അടിപൊളിയായിട്ട് വന്നിട്ട് പോകണം കേട്ടോ. അപ്പോൾ നമുക്ക് ഗ്യാസും ലാഭിച്ചാൽ നമ്മളെ കുക്കറിലൊക്കെ ഇട്ട് വേവിച്ചാണെങ്കിൽ. അപ്പോൾ അങ്ങനെ ഇതാക്കണം. ഞാൻ പഴം എടുത്തുക്കണം കേട്ടോ. ചെറിയ പഴമാണ്, മുറിച്ചാനൊന്നുമില്ല. അപ്പോൾ ഒന്ന് ആയിട്ട് ഇങ്ങോട്ട് പുഴുങ്ങാണ് കേട്ടോ. അപ്പോൾ പച്ചയാണോ പൗത്താണോ എന്നൊക്കെ ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ ചിലത് ശരിക്കും പൂക്കാത്തതാണ്. അപ്പോൾ അതൊന്ന് ഞാനിങ്ങനെ നോക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ നേരെ കൊടുന്നപ്പോൾ നോക്കിയില്ല, അല്ലെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിലൊക്കെ ഉണ്ടില്ലേ, ഇനി പുറത്ത് വെച്ചാൽ തന്നെ അത് പോത്തീനി. അപ്പോൾ അങ്ങനെ ഞാൻ ഏതായാലും പിന്നെ ബാക്കി പോക്കാതെ ഞാനവിടെ കൊണ്ടുവച്ചിരിക്കണം കേട്ടോ. പിന്നെ ഈ പഴം കൂടി ഞാനൊന്ന് കഴുകി എടുക്കുന്നുണ്ട് കേട്ടോ. കാരണം വവ്വാലൊക്കെ വന്ന് ഇരിക്കണതാണ് നമ്മളെ ഈ പഴത്തുമ്മലൊക്കെ. അപ്പോൾ ഞാൻ അത് ഇരുന്ന് ഗുണമല്ലേ എന്നൊന്നും ഇപ്പോൾ നമുക്ക് പറയാൻ കൂടി പാടില്ലല്ലോ, നമുക്കറിയില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഏതായാലും ഞാൻ എന്താട്ടി പഴം കൂടി ഒന്ന് കഴുകി എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ടെന്നല്ലേ, നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് പല അസുഖങ്ങളും വരുന്നത് നമുക്ക് തന്നെ തടയാം. അപ്പോൾ എന്താണ്, അപ്പോൾ അതൊക്കെ ഞാനൊന്ന് കേക്ക് എടുത്തുക്കണം കേട്ടോ. ഇനി നമുക്ക് എന്താട്ടണം, അത് പുഴുങ്ങണം. അപ്പോൾ ഞാനിത് വെള്ളത്തിലിട്ട് കാണ്ടല്ല കേട്ടോ പുഴുങ്ങണത്, ആവിയിലിട്ട് കാണ്ടാണ് പുഴുങ്ങണത്. അപ്പോൾ നമ്മൾ മുട്ട വാങ്ങി വെച്ചിട്ടാണ് നമുക്ക് ആ വെള്ളത്തിൽ തന്നെ ഇട്ട് കാണ്ടൊന്ന് പുഴുങ്ങാന്ന് അപ്പോൾ നമ്മൾ വിചാരിച്ചിരിക്കണത്. ആവി കയറ്റിയല്ലേ. അപ്പോൾ ഇനി വേറൊരു വെള്ളം വെച്ച് അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേന് കുറേ നേരമാവും. അപ്പം നമ്മളെന്താട്ടി അത് വേഗട്ടെ എന്ന് കരുതി. അപ്പോൾ കണ്ടില്ലേ ഇത്രയും പൂരി ഉണ്ട്. ഇനിയിപ്പോൾ ഞാൻ വേറൊരു കടിയും കൂടി ഉണ്ടാക്കി കഴിഞ്ഞാൽ
ഈ പൂരി അവിടെ കിടക്കും, പിന്നെ മറ്റേ കടി അവിടെ കിടക്കും, ഈ മുട്ടയും പഴം മാത്രം തിന്നും മക്കൾ. അപ്പോൾ പിന്നെ ഞാൻ ഉണ്ടാക്കണില്ല, അതുകൊണ്ടാണ് കേട്ടോ, ബാക്കിയാക്കി കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇതാക്കണേ നമ്മളെ ചായക്കുള്ള വെള്ളമൊക്കെ വെച്ചിനതൊക്കെ തിളച്ചപ്പോൾ ഞാൻ ചായപ്പൊടി ഇട്ട് കൊടുത്തേക്കണം കേട്ടോ. ഇനി ചായപ്പൊടി ഇട്ട് കൊടുത്ത് അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താട്ടണം, നമ്മളെ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. അങ്ങനെ ചായക്കല്ല പഞ്ചാരയും ചായപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് തിളച്ച് വന്ന് ഞാനതൊന്ന് മാങ്ങാണ് കേട്ടോ. അപ്പോൾ ഞാൻ നമ്മളെ മുട്ട ഉണ്ടല്ലോ, അത് നമ്മൾ ചെറിയ ഗ്യാസുമ്മക്കാണ് വെച്ചിക്കണം കേട്ടോ. പിന്നെ ഞാൻ മക്കൾക്ക് മദ്രസ ഉണ്ട്, അപ്പോൾ അതിനും വേണ്ടി ചൂടാറാൻ വേണ്ടി ചായ പാർന്ന് വെച്ചിക്കണേ. മുട്ട വെന്തും ചെയ്തിക്കണ്, കണ്ടില്ലേ, തോലൊക്കെ പൊളിഞ്ഞാണ് പോന്നിക്കണ് കേട്ടോ. ഒന്നും പുറത്ത് വന്നിട്ടില്ല, കുഞ്ചിയും വെള്ളയും ഒന്നും പുറത്ത് ചാടിയിട്ടില്ല കേട്ടോ. അത് ഞാൻ അങ്ങനെ ആക്കി വെച്ചുകൊണ്ടാണ്, ആദ്യം കൂട്ടിയിടും തിഞ്ചി പിന്നെ കുറച്ചിടും, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ അതാക്കണ് നമ്മൾ ആ മുട്ട പുഴുങ്ങിയ പാത്രം ഉണ്ടല്ലോ, കുക്കർ, അതിൽ തന്നെയാണ് കേട്ടോ ഞാൻ വെച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ വേറൊരു വെള്ളം വെച്ച് കണ്ടാൽ ചൂടാകുമ്പോഴത്തേന് കുറച്ച് നേരം പിടിച്ചും. അപ്പോൾ ഇതിങ്ങനെ തിളച്ചിക്കണ വെള്ളമല്ലേ, അപ്പോൾ ഈ ഓട്ടപാത്രം അതിക്ക് ഇറങ്ങിക്കണില്ല കേട്ടോ. അപ്പോൾ ഞാൻ എന്താട്ടി വേറൊരു കുക്കർ എടുത്തുകൊണ്ട് അതിക്ക് ആ വെള്ളം പാർന്ന് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ നമ്മളിത് വെച്ച് നോക്കുമ്പം കുക്കർക്ക് ഇറങ്ങിക്കണുണ്ട് ആ ഓട്ടപാത്രം. അപ്പോൾ അങ്ങനെ നമ്മളത് മാറ്റി വെച്ചു. അപ്പോൾ ഈ ചായ നമുക്ക് പാർന്ന് കൊടുക്കുകയാണ് കേട്ടോ, ചൂടാറിയപ്പം. അപ്പോൾ അങ്ങനെ മക്കൾക്ക് ചായയൊക്കെ ഞാൻ ഗ്ലാസ്സിൽ പാർന്ന് വെച്ചു, മറക്കുകയാണ്. എന്നിട്ട് പിന്നെ നമ്മളെ മുട്ടയൊക്കെ ഇതാക്കണം, ഞാൻ ഒന്ന് തോല് ഒഴിച്ചെടുക്കുകയാണ് കേട്ടോ. നല്ല എളുപ്പമുണ്ട് കേട്ടോ തോല് ഒഴിച്ചാൽ, നല്ലോണം വെന്തും ചെയ്തിക്കണം, ഒന്നും പൊട്ടി പുറത്തേക്ക് വരികയോ ഒന്നുമില്ല, നല്ല സൂപ്പറായിട്ട് തന്നെ വെന്തിക്കണേ. നമുക്ക് പൊളിച്ചെടുക്കാനൊക്കെ നല്ല എളുപ്പമുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ മുട്ടയൊക്കെ ഒന്ന് എല്ലതും ഞാൻ പൊളിച്ചെടുത്തുക്കണം കേട്ടോ. അപ്പോൾ ആക്കണം നമ്മൾ മിന്നൂട്ടി പല്ലും മോറൊക്കെ തേച്ചേക്കി വന്നിക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾ തിരയാണ് ഓള് ഏതാ വലിയതൊക്കെ ഇങ്ങനെ തിരഞ്ഞെടുക്കണം കേട്ടോ. ഞാൻ പറഞ്ഞില്ല തിരഞ്ഞെടുക്കണം. അപ്പോൾ ഓള് നിന്നുകാണ്ട് തന്നെ തിന്നപ്പോൾ ഞാൻ അവിടെ പോയിരുന്ന് കുടിച്ച് തരണം. അപ്പോൾ അങ്ങനെ ഓളെ പറഞ്ഞു വെച്ചിട്ട്, അപ്പോൾ ഭൂരി വേണമെന്ന് വെച്ചപ്പോൾ ഭൂരി വേണ്ട, പഴം മതിയായിരുന്നേ. അപ്പോൾ ഞാൻ ഭൂരി ഓരോന്ന് തിന്നോളി മക്കളെയാണ്. അപ്പോൾ പറഞ്ഞു ഭൂരി ഞങ്ങൾക്ക് ഇപ്പം വേണ്ടം വെച്ച്, ഞങ്ങൾക്ക് മദ്രസ വിട്ട് വന്നിട്ട് മതിയാണ്. അപ്പം എന്നാൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്താട്ടി എന്നാൽ പഴവും കൊടുക്കാമെന്ന് വിചാരിച്ച്. അപ്പം അങ്ങനെ ഞാൻ അടുപ്പത്തുനിന്ന് തന്നെ എടുത്തു കൊടുക്കുകയാണ് കേട്ടോ. നമുക്ക് ഒന്ന് പൊളിച്ചെടുത്ത് കണ്ടൊന്നിങ്ങനെ മുറിച്ച് കൊടുത്താൽ മതി. അപ്പോൾ അതിങ്ങനെ ചൂടാറിക്കോളും. അപ്പോൾ രണ്ടാൾക്കും ഒരു പാത്രത്തിൽ തന്നെ ഇട്ടിക്കണം കേട്ടോ. അങ്ങനെ രണ്ടാൾക്കും പഴം കൊടുത്ത് അതൊക്കെ കുടിച്ച് ഒരു മദ്രസക്കൊക്കെ പോയിട്ടോ. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ചാടിച്ചാൻ വേണ്ടി ഇരിക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഞാനും കൂടി ഈ പൂരി എടുത്തിട്ടില്ലെങ്കിൽ ശരിയാവില്ല. ഞാൻ ഏതായാലും ഒരു 3 പൂരി എടുത്തുക്കണ്, പിന്നെ എന്താട്ടി ഒരു പഴം എടുത്തുക്കണം കേട്ടോ. ഒരു പഴം എടുത്ത് പിന്നെ ഞാനൊരു മുട്ട എടുത്തുക്കണം കേട്ടോ. അങ്ങനെ ഇന്ന് നല്ല ഉസാറേനി, കാരണം ഇന്നൊരു പണിയില്ല, നല്ല എളുപ്പേനി കേട്ടോ അന്ന്. അങ്ങനെ ഞാൻ കുറച്ച് കേങ്ങ് കൂട്ടാൻ വെച്ചിട്ടുണ്ടേനി, അതും എടുത്തുക്കണേ. പിന്നെ നമ്മൾ ചായ കുടിച്ചാണ് കേട്ടോ. അങ്ങനെ ചായയുടെയൊക്കെ കഴിഞ്ഞ് നമ്മൾ എന്താട്ടി മിറ്റൊക്കെ അടിച്ചു വരിയിട്ടാണ് കേട്ടോ നമ്മൾ ചായ അടിച്ചത്. മിറ്റ അടിച്ചു വരുന്ന വീഡിയോ നമ്മൾ എടുത്തിട്ടില്ല, അകം അടിച്ചു വരുന്ന വീഡിയോസാണ് ഇന്നിപ്പോൾ നമ്മൾ എടുത്തിക്കണം കേട്ടോ. അപ്പം അകം അടിച്ചു വരുമ്പോൾ നമ്മൾ അവിടെയും ഇവിടെയൊക്കെ കാണുന്ന മാറാലൊക്കെ ഒന്ന് ചൂലുകൊണ്ട് തന്നെ ഒന്ന് തട്ടിയെടുക്കും കേട്ടോ. എന്നാൽ പിന്നെ മാറാലൊന്നും കുന്നുകൂടി നിൽക്കില്ല. നമ്മളിങ്ങനെ അകടിച്ചു വരാൻ വരുമ്പോൾ ഒന്ന് മേപ്പട്ടേക്കോ ഒന്നിങ്ങനെ നോക്കിയാൽ മതി, അവിടെ എവിടെയൊക്കെ മാറാലുണ്ടെങ്കിൽ അപ്പം തട്ടിയെടുത്താൽ മതി. പിന്നെ അതിനായിട്ടൊന്നും ഒരുങ്ങേണ്ട ആവശ്യമില്ലല്ലോ. അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ കുന്നു കൂടിക്കണമെന്ന് വെച്ചെങ്കിൽ കുറേ നേരം തട്ടാൻ നിൽക്കണേ. ഇത് ഓരോ ദിവസം അടിച്ചു വരുന്ന കൂട്ടത്തിൽ അട്ടത്തേക്ക് ഒരു നോട്ടം നോക്കിയാൽ പോരെ മക്കളെ. എന്നാൽ പിന്നെ മാറാല എവിടെയും കുന്നുകൂടി നിൽക്കില്ലല്ലോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അടിച്ചുവരി അടുക്കാട്ടൊക്കെ വാരിയിട്ട് പിന്നെ നമ്മൾ വേഗം തുടക്കാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അടിച്ചുവരി തുടച്ച് വേഗം എന്തിനാ വെച്ചാൽ മിന്നുട്ടിനെ സ്കൂൾ കൊണ്ടുപോയാക്കണം. ഇപ്പോൾ സനൂന് ഉച്ചക്ക് ഇനി പരീക്ഷ ഇതുവരെ, അപ്പോൾ ഓനിപ്പോൾ ഇന്ന് രാവിലെ ആയതുകൊണ്ട് ഓൻ കൊണ്ടുപോയാക്കൂല, അപ്പോൾ ഞാൻ തന്നെ കൊണ്ടുപോയാക്കണം. അപ്പോൾ അതിനും വേണ്ടി ഞാൻ വേഗം അടിച്ചുവരി തുടച്ച് നിൽക്കാൻ. പിന്നെ അവിടെ നിന്ന് വന്നിട്ട് പിന്നെ ചോറും കൂട്ടാനും ഉണ്ടാക്കിയാൽ മതിയല്ലോ. ഇതിപ്പോൾ അതാക്കണേ, നമ്മൾ കുറച്ച് കോഴി കുറച്ച് ദിവസം മുന്നേ കൊടുന്ന് വെച്ചാണ്. അപ്പോൾ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നല്ലോ, അതിപ്പോൾ എല്ലാവർക്കും മാണ്ടാറങ്ങാണ്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചേന്. ഇപ്പോൾ എല്ലാവർക്കും കോഴിക്ക് പൂതിയേക്കണം കേട്ടോ. അപ്പോൾ അതെടുത്ത് വെള്ളത്തിലിട്ടു. പിന്നെ മിന്നുട്ടിനെ പറഞ്ഞേക്കണം കേട്ടോ. അപ്പം നോക്ക് പോകാൻ തുണക്ക ആളുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ ഓളപ്പം പറഞ്ഞയച്ചു. അതുകൊണ്ട് എന്തായി നമ്മൾ അടിച്ചോലും തുടക്കലൊക്കെ പെട്ടെന്ന് കഴിഞ്ഞേക്കണം കേട്ടോ. അങ്ങനെ മിന്നുട്ടിയും പോയി, എല്ലാവരും പോയി, നമ്മളൊറ്റക്കായി കേട്ടോ. അപ്പോൾ ക്രിസ്മസിൻ്റെ ഇതൊക്കെ ആയതുകൊണ്ട് ചുവപ്പ് ഡ്രസ്സൊക്കെ ഇട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഓൾ ചുവപ്പ് ഡ്രസ്സൊക്കെ ഇട്ടിക്കണേ. അങ്ങനെ എന്താക്കണത് ഓരൊക്കെ പോയിട്ടോ. പിന്നെ ഞാൻ നെയ്ച്ചോറാണ് വെക്കണത്. അപ്പോൾ അതിന് നെയ്ച്ചോറപ്പം വെക്കണമൊക്കെ എല്ലാവർക്കും അറിയില്ല. ഞാൻ അപ്പോൾ ഇനി
പറയല്ലേ, അതുവരെ ഞാൻ അപ്പം ഇങ്ങനെ മുണ്ടാന്നിട്ടത്തെ കാര്യമല്ലേ. കുറച്ച് ഓയിലും കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് നെജ്ജൊക്കെ പാർന്നാൽ മതി. നെജ്ജൊന്നും ഞാൻ പാർന്നിട്ടില്ല കേട്ടോ. ഓയിലൊരു തുള്ളി വെളിച്ചെണ്ണ ഒറ്റിച്ചിട്ടുള്ളൂ. ഏലക്കായും പട്ടയും ഗ്രാമ്പും ഇട്ട് പിന്നെ കുറച്ച് വല്ലുള്ളി ഇട്ട് തൂമിച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊന്നുമില്ല. പിന്നെ നെയ്ച്ചോറ്റോലി ഇട്ടു. ഇവിടെ ഒന്ന് ഉപ്പ് ഇട്ടുകൊണ്ട് ഇളക്കി വെള്ളം പാകാക്കി പാർന്നും ചെയ്തിക്കണം. ഇനി അരി അവിടെ കേകിയും വെച്ചിക്കണേ. പിന്നെ ചാറ്റിനില്ല ഉള്ളിയൊക്കെ ഞാൻ വാട്ടാനും വേണ്ടി അപ്പുറത്ത് അടുപ്പിൽ വെച്ചും ചെയ്തിക്കണം കേട്ടോ. പെട്ടെന്ന് പണിയെടുക്കാനാണ്. അപ്പോൾ കോഴി വെള്ളത്തിലിട്ട് മക്കൾ കണ്ടപ്പോൾ തന്നെ പറഞ്ഞങ്ങനെ നെയ്ച്ചോറ് വെക്കണ്ടീന്നുള്ളത്. അത് പറഞ്ഞുകൊണ്ടാണ് ഇപ്പം ഇന്ന് സ്കൂൾക്ക് പോയിക്കണം കേട്ടോ നമ്മളെ സാനു. ഓനാണ് നെയ്ച്ചോറിന് പൂതി, ഭയങ്കര ഇഷ്ടമാണ് ഓന് നെയ്ച്ചോറ്. അതിന് വേണ്ടി മിന്നൂട്ടിക്ക് വലിയൊരു തീർപ്പതില്ല കേട്ടോ നെയ്ച്ചോറ്. ഇനിയിപ്പോൾ ഞാൻ നെയ്ച്ചോറ് വെച്ചാലും ചിലപ്പോൾ കുറച്ച് വെറുംചോറ് വെക്കേണ്ടി വരും. പിന്നെ എന്തെങ്കിലുമൊക്കെ പറ്റി പറഞ്ഞുകൊണ്ട് ഞാൻ ആ നെയ്ച്ചോറ് തന്നെ തീറ്റിച്ചു കേട്ടോ. ഇനിയിപ്പോൾ ആ ഒരു വെറുംചോറ് കൂടി വെച്ചാൽ അതുകൂടി ബാക്കിയാവും. അതുകൊണ്ട് അങ്ങനെ ഞാൻ ഇതാക്കണം. തക്കാളി ഇട്ടുകൊടുത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും ഇട്ടുകൊടുത്ത് പിന്നെ മുളകും പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പെരിഞ്ചീരകവും മല്ലിപ്പൊടി ഒക്കെ പാടിട്ട് പച്ചമുളകുണ്ട് കരിവേപ്പും ഉണ്ട് കേട്ടോ. ഒക്കെ പാടിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് നമ്മൾ എന്താട്ടി കുറച്ച് വെള്ളമൊക്കെ ഒന്ന് പാർന്ന് കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. ഇവിടെ നല്ലോണം ചാറ് വേണം കേട്ടോ. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ കുറച്ച് നല്ലോണം ചാറ് ഉണ്ടാകാൻ പാകത്തിന് കുറച്ച് വെള്ളം തോനെ പാരുന്ന കേട്ടോ. അല്ലെങ്കിൽ ചോറാണ് വിളമ്പി കഴിഞ്ഞാൽ ഇമ്മാ ചാറ് എന്നിങ്ങനെ പറഞ്ഞു കൊടുക്കും കേട്ടോ. പിന്നെ ഞാൻ വെന്ത കോഴിക്ക് പിന്നെ ഞാൻ കുറച്ച് വെള്ളം പാർന്ന് കൂട്ടേണ്ടി വരും. അപ്പോൾ പിന്നെ അതിന് നിൽക്കണ്ടല്ലോ വിചാരിച്ചിട്ട് പാരുമ്പോൾ തന്നെ കുറച്ച് നല്ലോണം വെള്ളം പാർന്നിട്ട് അതൊന്ന് വേവിച്ചെടുക്കും കേട്ടോ. അപ്പം അങ്ങനെ ഏതായാലും നമ്മൾ ചാറുണ്ടാക്കിയിരിക്കണം കേട്ടോ. അതുകൊണ്ടാണ് നമ്മളെ ചാറ് ഇത്ര തോന കേട്ടോ. അല്ലെങ്കിൽ ഞാൻ പിന്നെയും ചാറുണ്ടാക്കണം പറഞ്ഞല്ലേ. അപ്പോൾ ഞാൻ ഇതാക്കണം നമ്മളെ ചോറ് എന്തായിക്കണേ നോക്കാം. ഒരൊറ്റ വിസിലടിച്ച് കണ്ട് ഓഫാക്കിയിട്ട് തുറന്ന് നോക്കുമ്പോൾ നമ്മളെ ചോറൊക്കെ വെന്തിക്കണേ. ഇനി അത് ആ കുക്കറിൽ തന്നെ വെച്ചാൽ വേഗേറും. അപ്പോൾ ഞാൻ എന്താട്ടി ചെമ്പട്ടിക്ക് മാറ്റിയിരിക്കണം കേട്ടോ. അങ്ങനെ നമ്മളെ ചാറും ഇതാക്കണം തിളച്ച് നല്ല അടിപൊളിയായിട്ട് വെന്തിക്കണം കേട്ടോ. സൂപ്പറായി വെന്തിക്കണം. ഇനി കോഴി വെന്തിട്ടൊന്നുമില്ല, ഒന്നുകൂടിയൊക്കെ തിളച്ച് വേഗമുണ്ട്. ഒരു 2-3 തളയൊക്കെ തിളച്ചാൽ നമുക്ക് ഓഫാക്കിയേക്കാം. അപ്പോൾ തന്നെ നമ്മളെ വീതനയും ഒക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ അടുക്കള തുടച്ചാലും രണ്ടാമതും ഒന്നുകൂടി അടിച്ചോരി തുടക്കേണ്ട പാകമാണ് കേട്ടോ നമുക്ക്. അതെല്ലാവർക്കും അങ്ങനെ തന്നെ ഈ കാരം. ഞാൻ തുടച്ചാലും പിന്നെ ഒന്നും കൂടി ചോറും ചാറൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ തുടക്കും കേട്ടോ. അങ്ങനെ ഇതാക്കണേ. ഞാൻ കുറച്ച് മല്ലിയില മല്ലിച്ചപ്പ് അതും കൂടി നമ്മളെ മുറ്റത്തില്ല കേട്ടോ, അതും കൂടി ഇട്ട് കണ്ട് ഞാൻ നമ്മളെ ചാറ് നമുക്കണ്ട് ഓഫാക്കിയേക്കാം. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇതാണ്. ഇഷ്ടപ്പെട്ടുകണോ? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് നാളെ വരെ